ഹലോ ഫ്രണ്ട്സ്, ഫസ്റ്റ് ചാപ്റ്റർ നമുക്കിന്ന് ഈ വീഡിയോയിൽ മെഷർമെൻറ്റിനെ ഒന്ന് പരിചയപ്പെടാം. മെഷർമെൻറ്റ് എന്താണ് മെഷർമെൻറ്റ്? നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു കടയിൽ പോകുന്നു. കടയിൽ പോയിട്ട് 1 കിലോ പഞ്ചസാര നമ്മൾ വാങ്ങിക്കുന്നു. ഒരു അളവ് 1 കിലോ. അതുപോലെ ഇപ്പോൾ വെളിച്ചെണ്ണ വാങ്ങാൻ പോവുകയാണെങ്കിൽ 1 ലിറ്റർ വെളിച്ചെണ്ണ. അതുപോലെ നമ്മൾ ഡിസ്റ്റൻസ് അളക്കുന്നത് കിലോമീറ്റർ, മീറ്റർ. അങ്ങനെ എന്തിനേയും നമുക്ക് മെഷർ ചെയ്യാൻ കഴിയും. നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുന്ന ഈ ക്വാണ്ടിറ്റികളെ നമുക്ക് 2 രീതിയിൽ തിരിക്കാം. അതായത് നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയാം. ഞാനിവിടെ എഴുതട്ടെ. ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഈ ഫിസിക്കൽ എന്നുള്ള വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അതായത് ഫിസിക്സിൽ ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റികളെല്ലാം ഫിസിക്കൽ ക്വാണ്ടിറ്റികളാണ്. അതായത് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അളക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റികളാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ തിരിച്ച് ചിന്തിക്കാം, അളക്കാൻ പറ്റാത്ത ക്വാണ്ടിറ്റികളുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. എന്ന് ചോദിച്ചാൽ അളക്കാൻ പറ്റാത്ത ക്വാണ്ടിറ്റികളുമുണ്ട്. അതായത് ഒരു പെണ്ണിനെ 2 സുഹൃത്തുക്കളെ പ്രേമിക്കുന്നു. ആരാണ് കൂടുതൽ പ്രേമിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അളന്ന് നോക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ലല്ലോ. അതുപോലെ ദേഷ്യം തോന്നുക, ഒരാൾക്ക് മറ്റൊരാളോട് വിരോധം തോന്നുന്നു. എന്തുമാത്രം വിരോധം തോന്നുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ അതുപോലെ ഒരാളുടെ കയ്യിൽ ഇച്ചിരി പഞ്ചസാര ഇരിക്കുന്നു, അല്ലെങ്കിൽ അരി ഇരിക്കുന്നു. എത്ര അരിയുണ്ട് എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. 1 കിലോ അരി അല്ലെങ്കിൽ 1/2 കിലോ അരി ഉണ്ടെന്ന് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് അളക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റികളെയാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഫിസിക്സിനകത്ത് ഉപയോഗിക്കുന്നത് മുഴുവൻ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെക്കുറിച്ചായിരിക്കും നമ്മൾ പഠിക്കുന്നത് ഫിസിക്സിൽ. ഓക്കെ, ഇനി +2ൻ്റെ നിങ്ങൾക്കുള്ള ടാസ്ക്കാണ് +1ൻ്റെ ബുക്കിൽ നിന്ന് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡെഫിനിഷൻ വായിച്ച് നോക്കി മനസ്സിലാക്കുക. ഇനി മെഷർമെൻറ്റിനെ കുറിച്ച് നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മെഷർ ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി ആധികാരികമായിട്ട് പഠിക്കാം. ഇപ്പോൾ പഴയ കാലത്ത് ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ നീളം, അതായത് ഒരു പേനയുടെ നീളം, ഇതൊരു പേനയാണ് സങ്കല്പിക്കുക, അല്ലെങ്കിൽ ഒരു കമ്പാണ് സങ്കല്പിക്കുക. ഇത് മറ്റൊരു കമ്പാണ്. ഓക്കെ, അപ്പം നമ്മൾ പറയും ഇത് എ എന്ന് പറയാം, ഇതിനെ ബി എന്ന് പറയാം. എ എന്ന് പറയുന്ന കമ്പ് ബി എന്ന് പറയുന്ന കമ്പിനേക്കാൾ നീളം കൂടിയതാണ്. എത്ര കൂടിയതാണ്? ഏകദേശം 2 മടങ്ങ് കൂടിയതാണ് എന്ന് നമുക്ക് ഇതിനകത്തുനിന്ന് പറയാം. അപ്പോൾ നമ്മൾ മെഷറിങ് സ്റ്റാർട്ട് ചെയ്തത്, പഴയ കാലത്ത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റിയെ പറഞ്ഞു, ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ലെങ്ത്, ഇത് വെച്ച് വേണം ബാക്കി ലെങ്തിനെ മെഷർ ചെയ്യാൻ. ഇതിനെ 1 എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് 1 മീറ്റർ എന്ന് പറയാം. ഇത് വെച്ച് വേണം ബാക്കി എല്ലാ സാധനങ്ങളുടെയും നീളം അളക്കാൻ എന്ന് ആദ്യമേ അങ്ങ് സെറ്റ് ചെയ്തിട്ട് ഇത് വെച്ച് നമ്മൾ വേറെ മറ്റ് കമ്പുകളുടെ നീളം അളക്കും. അതായത് ഇതിൻ്റെ ഏകദേശം 2 മടങ്ങ് നീളമുണ്ട്. അല്ലെങ്കിൽ വേറൊരു കമ്പ് വന്നു കഴിഞ്ഞാൽ ഇതുമായിട്ട് നമ്മുടെ സ്റ്റാൻഡേർഡുമായിട്ട് 3 മടങ്ങ് നീളമുണ്ട്. അപ്പോൾ ഇതിനെ 3 മീറ്റർ എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ മെഷർമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ വേറൊരു ക്വാണ്ടിറ്റിയാണ് മാസ്. പിന്നെ നമ്മൾ സാധാരണ മെഷർ ചെയ്യുന്ന വേറൊരു യൂണിറ്റാണ് ടൈം. ഇപ്പോൾ എന്തൊക്കെ നമ്മൾ പഠിച്ചു? ലെങ്ത്, മാസ്, ടൈം. ഇങ്ങനെ പല പല മാസുകളെ നമ്മൾ സെറ്റ് ചെയ്തു. അതായത് മാസിൻ്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 1 ലിറ്റർ എന്ന് പറഞ്ഞ കണക്ക് മാസിൻ്റെ കാര്യത്തിൽ
പറഞ്ഞു കഴിഞ്ഞാൽ 1 ഗ്രാം അല്ലെങ്കിൽ 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ ആദ്യം സെറ്റ് ചെയ്തു. ഇത്രയാണ് 1 കിലോഗ്രാം. ഇതിൻ്റെ വെയിറ്റ് വെച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ മാസ് വെച്ച് മറ്റുള്ളതിനെ കമ്പയർ ചെയ്ത് ഇതിൽ നിന്ന് എത്ര മടങ്ങ് കൂടുതലാണെന്ന് പറയുക. അങ്ങനെയാണ് മെഷർമെൻറ്റ് ആദ്യമകാലത്ത് ഉപയോഗം സ്റ്റാർട്ട് ചെയ്തത്. ഇനി നമ്മൾ സാധാരണ എങ്ങനെയാണ് ഇത് എഴുതാറുള്ളത്? അതായത് ഇപ്പം നമ്മൾ ലെങ്ത്തിൻ്റെ കാര്യം എടുത്താൽ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? ലെങ്ത് ഈസ് ഈക്വൽ ടു, ഇപ്പം ഈ പറഞ്ഞ കണക്ക് ഇതിനെക്കാട്ടിയും ഈ 1 മീറ്ററിൻ്റെ 3 മടങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എങ്ങനെ എഴുതുന്നത്? നമുക്ക് എഴുതാം ഈക്വൽ ടു 3 മീറ്റർ എന്ന് എഴുതാം. എന്താണ് ഇത്? ഈ ആദ്യം വന്നിരിക്കുന്ന ടേംസ് എന്താണ്? ഇത് ക്വാണ്ടിറ്റിയാണ്. രണ്ടാമത് വന്നിരിക്കുന്നത് 3 എന്ന് പറഞ്ഞാൽ ഒരു നമ്പറാണ്. അടുത്ത ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ യൂണിറ്റാണ്. ഇനി ഇതിനെ നമുക്കൊരു സിമ്പിൾ ഇക്വേഷനായിട്ട് എഴുതാം. ക്വാണ്ടിറ്റിയെ ക്യൂ ആയിട്ട് എടുത്ത് ഈക്വൽ ടു നമ്പറിനെ എൻ ആയിട്ട് എടുത്ത് യൂണിറ്റിനെ യു ആയിട്ട് എടുത്ത്. ഇങ്ങനെയാണ് നാം സാധാരണ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ യൂണിറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്ന് നോക്കാം. യൂണിറ്റിൻ്റെ ആദ്യത്തെ പ്രോപ്പർട്ടീസാണ് ഇറ്റ് ഷുഡ് ഹാവ് സ്യൂട്ടബിൾ ഇൻ സൈസ്. ഒരു കറക്റ്റ് സ്യൂട്ടബിളായിട്ടുള്ള ഒരു സൈസ് ആയിരിക്കണം നമ്മുടെ ഈ ക്വാണ്ടിറ്റിക്ക് ഒരു യൂണിറ്റ് ഉണ്ടായിരിക്കേണ്ടത്. അതായത് ഒരു സ്യൂട്ടബിളായിട്ടുള്ള സൈസ്, എന്നാൽ ഇത്രയും നീളം, നമുക്ക് ഈ നീളത്തെ നമുക്ക് 1 മീറ്ററായിട്ട് കണക്കാക്കാം എന്ന് പറഞ്ഞൊരു സ്യൂട്ടബിൾ സൈസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ സൈസിനെ നമ്മൾ ഫിക്സ് ചെയ്തെടുക്കുന്നു. അതാണ് പറയുന്നത് ഇതിന് സ്യൂട്ടബിളായിട്ടുള്ള ഒരു സൈസ് ഉണ്ടായിരിക്കണം. രണ്ടാമത് പറയുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസിലി റീപ്രൊഡ്യൂസിബിൾ ആയിരിക്കണം. അതായത് ഞാനിപ്പോൾ പറയുകയാണ് ഇത്രയും നീളം 1 മീറ്ററാണ് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ അടുക്ക് വരുന്ന കടയിൽ വരുന്ന ഒരാൾ ഒരു തുണി വാങ്ങിക്കാൻ വരികയാണ്. ഈ സ്റ്റാൻഡേർഡ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അളന്ന് കൊടുക്കുന്നത് 2 മീറ്റർ തുണി ആരെങ്കിലും വന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഇരിക്കുന്ന ഈ മെഷർമെൻറ്റ് വെച്ച് 2 മീറ്റർ തുണി അളന്ന് കൊടുക്കുന്നു. ആ തുണി ഞാൻ അടുത്ത കടയിൽ നിന്ന് വാങ്ങിച്ചാലും സെയിം അളവിൽ തന്നെ കിട്ടണം. അതിനുവേണ്ടി നമ്മൾ 1 മീറ്റർ എന്ന് പറയുന്ന സംഭവം നമ്മൾ ആ ഒരു സ്കെയിലിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്കെയിൽ ഒരെണ്ണമല്ല, ഒരുപാട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. 1 മീറ്റർ എന്ന് പറഞ്ഞ സ്കെയിൽ നമുക്ക് ഒരുപാട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. ആകെ ഒരെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കടയിൽ മാത്രമേ അളക്കാൻ ഒക്കുള്ളൂ. ആ സെയിം ക്വാണ്ടിറ്റി നമുക്ക് എല്ലാ കടകളിലും ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ 1 മീറ്റർ എന്നുള്ള ആ ഒരു സംഭവം ഈസിലി റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയണം, വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ കഴിയണം. എത്ര വേണമെങ്കിലും ഉണ്ടാക്കാൻ നമുക്ക് കഴിവുണ്ടായിരിക്കണം. ഇനി യൂണിറ്റിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് അത് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പാടില്ല. നോട്ട് ചേഞ്ച് വിത്ത് ടൈം. അതായത് ഇന്ന് നമ്മളൊരു കടയിൽ കയറി 1/2 ഗ്രാം സ്വർണ്ണം വാങ്ങിച്ച് അല്ലെങ്കിൽ 1 ഗ്രാം സ്വർണ്ണം വാങ്ങിച്ച് 1 വർഷം കഴിയുമ്പോൾ കടയിൽ ചെന്ന് നമ്മൾ തൂക്കി നോക്കിക്കഴിഞ്ഞാൽ അപ്പോഴും അത് 1 ഗ്രാം തന്നെ ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 1 മീറ്റർ സെറ്റ് ചെയ്തു, അത് കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുമ്പോഴും അത് 1 മീറ്റർ തന്നെ ആയിരിക്കണം. ആ യൂണിറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പാടില്ല. യൂണിറ്റിൻ്റെ അടുത്ത ക്വാണ്ടിറ്റിയാണ് നോട്ട് ചേഞ്ച് വിത്ത് അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ല, ഫിസിക്കൽ ചേഞ്ച്. മറ്റ് ഫിസിക്കൽ ചേഞ്ച്, അതായത് നമുക്കറിയാം മെറ്റൽ, 1 മീറ്റർ നീളമുള്ള ഒരു മെറ്റൽ സ്കെയിൽ എടുത്ത് തണുപ്പ് സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് 1 മീറ്റർ കാണിച്ചു.
ചൂട് സമയമാകുമ്പോൾ തെർമൽ എക്സ്പാൻഷൻ മൂലം അത് കുറച്ച് വലുതാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നൊരു കടയിൽ കയറി 1 മീറ്റർ തുണി വാങ്ങിച്ച് കഴിഞ്ഞാൽ തണുപ്പ് സമയത്ത് വീണ്ടും കൊണ്ടുപോയി അളന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് കുറച്ച് കൂടുതൽ കാണും തുണി. എന്നുവെച്ചാൽ തണുപ്പ് സമയത്ത് ചുരുങ്ങുന്നുണ്ട് ആ മെറ്റൽ. അപ്പം നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് എടുക്കുന്ന 1 മീറ്റർ എന്ന് പറയുമ്പോൾ ആ ഒരു മെറ്റൽ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ സംഭവം ടെമ്പറേച്ചറിനോ അതുപോലെ പിന്നെ പ്രഷറിനനുസരിച്ചോ വേറെ എന്തെങ്കിലും ക്വാണ്ടിറ്റികൾ എന്തെങ്കിലും ഫിസിക്കൽ ചേഞ്ചിനനുസരിച്ചോ ആ വാല്യൂ ചേഞ്ച് ആകാൻ പാടില്ല. ഓക്കെ, ഈ 4 പോയിൻ്റാണ് ഒരു യൂണിറ്റിൻ്റെ പ്രോപ്പർട്ടീസ്. ഇനി നിങ്ങൾക്കുള്ള അടുത്ത എക്സസൈസ് ഇതാണ്. നിങ്ങളുടെ +1 ബുക്ക് നോക്കി യൂണിറ്റിൻ്റെ പ്രോപ്പർട്ടീസിടെ വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞല്ലോ ഇത് സെറ്റ് ചെയ്ത് വെച്ചു. 1 മീറ്റർ എന്ന് പറഞ്ഞത് ഒരാൾ സെറ്റ് ചെയ്ത് വെച്ചു. അത് വെച്ചാണ് എല്ലാവരും അളക്കുന്നതെന്ന്. ഇപ്പോൾ 1 മീറ്റർ ആരാണ് സെറ്റ് ചെയ്യുന്നത്? നമുക്കിപ്പോൾ സെറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത് ആരാണ് ഡിസൈഡ് ചെയ്യുന്നത്? എത്ര വലുപ്പം ആണ് 1 മീറ്റർ എന്ന് ചോദിച്ചാൽ ജനറൽ കോൺഫറൻസ് ഫോർ വെയ്റ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്, ആ ഒരു ബോഡിയാണ് ഈ മെഷർമെൻറ്റ്സിൻ്റെയും 1 കിലോ എത്ര ഉണ്ട് അല്ലെങ്കിൽ 1 മീറ്റർ എത്ര ഉണ്ട് എന്ന് തീരുമാനിക്കുന്നത് ആ ഒരു ജനറൽ ബോഡിയാണ്, ജനറൽ കോൺഫറൻസ് ഓൺ വെയ്റ്റ് ആൻഡ് മെഷേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ് എന്തോന്ന് നോക്കാം. അല്ല, സിസ്റ്റംസ് ഓഫ് മെഷർമെൻറ്റ്. സിസ്റ്റംസ് ഓഫ് മെഷർമെൻറ്റ് എന്താണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് നീളം അളക്കണം, അതായത് ലെങ്ത് അളക്കണം, അതുപോലെ തന്നെ എന്തെങ്കിലും മാസ് അളക്കണം, വെയിറ്റ് അളക്കണം, അതുപോലെ തന്നെ നമുക്ക് ടൈം അളക്കണം. ഇപ്പോൾ ഈ ലെങ്ത്തിൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പഴയ കാലത്ത് ഫൂട്ട് എന്ന് പറഞ്ഞ് മെഷർ ചെയ്യും. 1 ഫൂട്ട് 2 ഫൂട്ട്. അതുപോലെ ചില ആൾക്കാർ കൈ ഇങ്ങനെ വെച്ച് അളക്കാറുണ്ട്. അതൊന്നും ഒരു സ്റ്റാൻഡേർഡ് ആയിരുന്നില്ല. എന്നുവെച്ചാൽ ഒരാളുടെ കൈക്ക് നീളം കൂടുതലായിരിക്കും, മറ്റൊരാളുടെ കൈക്ക് നീളം കുറവായിരിക്കും. അപ്പോൾ അതൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് അല്ല. പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ ഉപയോഗിക്കുന്ന സിസ്റ്റം അനുസരിച്ച് അവർ ചെയ്യുന്ന വെച്ചാൽ ബ്രിട്ടീഷുകാർ ലെങ്ത് അളക്കുന്നത് ഫൂട്ടിലായിരുന്നു. അതൊരു 12 സെൻറ്റി, ഇപ്പോഴത്തെ കണക്കനുസരിച്ച് നോക്കുക 12 സെൻറ്റിമീറ്ററാണ് ഏകദേശം അവർ ഫൂട്ടെന്ന് പറയുന്നത്. അതുപോലെ മാസ് അളക്കുന്നത് പൗണ്ടിലായിരുന്നു. അതുപോലെ ടൈം അളക്കുന്നത് സെക്കൻഡിലായിരുന്നു. ഈ സിസ്റ്റത്തിൻ്റെ ഈ ആദ്യത്തെ 3 ലെറ്റർ എടുത്ത് ഇതിനെ അവർ വിളിച്ച പേര് FPS എന്നാണ്. ഇതിനെ ബ്രിട്ടീഷ് സിസ്റ്റം എന്നാണ് പറയുന്നത്. ഇനി ഫ്രഞ്ച് സിസ്റ്റത്തിൽ ഇങ്ങനല്ലായിരുന്നു. ഫ്രഞ്ച് സിസ്റ്റത്തിൽ അവർ മെഷർ ചെയ്യുന്നത് ലെങ്ത് മെഷർ ചെയ്യുന്നത് സെൻറ്റിമീറ്ററിലാണ്. ലെങ്ത് അവർ സെൻറ്റിമീറ്ററിൽ മെഷർ ചെയ്യുമ്പോൾ മാസ് മെഷർ ചെയ്തത് ഗ്രാമിലും, അതുപോലെ ടൈം മെഷർ ചെയ്തത് അവരും സെക്കൻഡിൽ തന്നെയാണ്. ഈ സിസ്റ്റത്തെ അവർ വിളിച്ചിരുന്നത് CGS സിസ്റ്റം എന്നാണ് ഈ സിസ്റ്റത്തെ അവർ വിളിച്ചിരുന്നത്. മറ്റൊരു കോമൺ ആയിട്ടുള്ള സിസ്റ്റമാണ് MKS സിസ്റ്റം. അതായത് ലെങ്ത് അളക്കുന്നത് അവർ മീറ്ററിലാണ്, മാസ് അളക്കുന്നത് കിലോഗ്രാമിലും, ടൈം അളക്കുന്നത് സെയിം സെക്കൻഡിൽ തന്നെയാണ് അളന്നത്. ഈ സിസ്റ്റത്തെ അവർ വിളിച്ചിരുന്ന പേര് MKS സിസ്റ്റം എന്നാണ് അവർ വിളിച്ചിരുന്നത്. മാക്സിമം എല്ലാ ക്വാണ്ടിറ്റികളും അന്നത്തെ കാലത്ത് അവർ അളക്കുന്നത് ഈ 3 ക്വാണ്ടിറ്റികൾ ഉപയോഗിച്ചാണ്. അതായത് ഇപ്പം ഏരിയ അളക്കുന്നത് എങ്ങനെയാണ്? ഈ ഒരു ചതുരത്തിൻ്റെ ഏരിയ അളക്കുന്നത് അവർ ഇത് B ഇൻറ്റു A, ഇതിനെ അവർ മീറ്റർ സ്ക്വയറിൽ അളക്കുന്നു. അപ്പോൾ അതും ഈ മീറ്ററിൽ തന്നെയാണ് അളന്നുകൊണ്ടിരുന്നത്. അതുപോലെ എല്ലാ കാര്യങ്ങളും, അതുപോലെ സ്പീഡ് അളക്കുന്നത് മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത്, മീറ്ററും സെക്കൻഡും. മിക്കവാറും എല്ലാ യൂണിറ്റുകളും ഈ 3 യൂണിറ്റിൽ നിന്ന് ഡിറൈവ് ചെയ്ത് അവർ അളക്കാൻ തുടങ്ങി. പിന്നീട് അങ്ങനെ വന്നപ്പോഴുള്ള കണ്ടീഷൻ ഉണ്ടായത്,
അതായത് ഒരു ബൾബ് കത്തുന്നു, വേറൊരു ബൾബ് കത്തുന്നു. അപ്പോൾ ഈ ബൾബ് കത്തുന്നതിനേക്കാൾ കൂടുതൽ പ്രകാശത്തോടുകൂടി ഈ ബൾബ് കത്തുന്നു. ഏതാണ് കൂടുതൽ കത്തുന്നത്? ഈ ബൾബാണ് കൂടുതൽ കത്തുന്നത്. ഈ ബൾബിനേക്കാൾ എത്ര കൂടുതലാണ് കത്തുന്നത്? അതളക്കാൻ ഒരു യൂണിറ്റ് വേണ്ടേ? ആ യൂണിറ്റിനെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന യൂണിറ്റുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയുള്ള കണ്ടീഷനിൽ അവരെടുത്ത ഒരു സ്റ്റാൻഡേർഡാണ് ഒരു ക്യാൻഡിൽ, ഒരു ക്യാൻഡിൽ കത്തുന്ന വെട്ടം അതവർ സെറ്റ് ചെയ്തു. ഒരു ക്യാൻഡിൽ കത്തുന്ന വെട്ടത്തിന് ഇത്ര ലൂമിനസ് ആണ് ഉള്ളത്. അപ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ തുടങ്ങി. ഈ ക്യാൻഡിലിനേക്കാൾ 10 മടങ്ങ് കൂടുതൽ വെട്ടം ഇത് തരുന്നുണ്ട്. അതുപോലെ ഇതിനേക്കാൾ 50 മടങ്ങ്, ക്യാൻഡിലിനേക്കാൾ 50 മടങ്ങ് വെട്ടം ഇത് തരുന്നുണ്ട് എന്ന് കൺസെപ്റ്റ് വെച്ചുകൊണ്ട് അവർ ഇതിനൊരു യൂണിറ്റ് സെറ്റ് ചെയ്ത്, അതാണ് ക്യാൻഡില. അപ്പോൾ വീണ്ടും നമുക്കൊരു യൂണിറ്റ് കൂടെ കിട്ടി. ഈ 3 യൂണിറ്റ് അല്ലാതെ മറ്റൊരു യൂണിറ്റ് കിട്ടി. അതുപോലെയാണ് ടെമ്പറേച്ചറിൻ്റെ കാര്യവും. ടെമ്പറേച്ചർ നമുക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്ത് അളക്കാൻ പറ്റില്ല. അപ്പോൾ ടെമ്പറേച്ചറിന് വേണ്ടി വേറൊരു യൂണിറ്റ് സെറ്റ് ചെയ്തു, അതാണ് കെൽവിൻ, ഡിഗ്രി കെൽവിൻ. അതുപോലെ കറണ്ടിൻ്റെ മെഷർമെൻറ്റ്. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റികൾ നമുക്ക് ഈ ക്വാണ്ടിറ്റികളിൽ നിന്ന് മെഷർ ചെയ്യാൻ പറ്റുന്നു, കുറച്ച് ക്വാണ്ടിറ്റികൾ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നു. അപ്പോൾ ഈ ബേസിക്കായിട്ടുള്ള ക്വാണ്ടിറ്റികൾ നമ്മളിപ്പോൾ പറഞ്ഞ കണക്ക് ലെങ്ത്തിൻ്റെയും മാസിൻ്റെയും ടൈമിൻ്റെയും ലൂമിനസിൻ്റെയും ടെമ്പറേച്ചർ അതുപോലെയുള്ള ബേസിക്കായിട്ടുള്ള ക്വാണ്ടിറ്റികൾ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒരു പോയിൻ്റ് കൂടി പറയാനുണ്ട്. അതായത് MK സിസ്റ്റമുണ്ട്, CGS സിസ്റ്റമുണ്ട്, FPS സിസ്റ്റമുണ്ട്. നമ്മൾ ഫിസിക്സ് പഠിക്കുന്നവർ ഏത് സിസ്റ്റമാണ് ഉപയോഗിക്കേണ്ടത്? ഇത് 3 ഒരു സ്റ്റാൻഡേർഡ് സിസ്റ്റമാണ്. സിസ്റ്റംസ് ഓഫ് ഇൻ്റർനാഷണൽ, SI യൂണിറ്റ് എന്ന് പറയും. SI യൂണിറ്റ് വെച്ചാണ് നമ്മൾ ഇനി ഫിസിക്സിൽ ഉള്ള മെഷർമെൻറ്റുകളെല്ലാം ചെയ്യുന്നത്. SS സിസ്റ്റം യൂണിറ്റിനനുസരിച്ചാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. ഈ SS സിസ്റ്റം അനുസരിച്ച് നമുക്ക് 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഉണ്ട്. ഈ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്താണെന്ന് അറിയാമോ? ഈ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ ബേസിക് യൂണിറ്റ്, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ബേസിക് ക്വാണ്ടിറ്റീസ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി മെഷർ ചെയ്യാൻ പറ്റുന്ന 7 ക്വാണ്ടിറ്റികളെ ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസായിട്ട് അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. 7 ക്വാണ്ടിറ്റികൾ, 1, 2, 3, 4, 5, 6, 7. ഇനി ബാക്കിയുള്ള ക്വാണ്ടിറ്റികളെ എല്ലാം ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്നാണ് പറയുന്നത്. ഈ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്തതാണ്. സപ്പോസ് ആദ്യം നമുക്ക് ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ലെങ്ത് ആണ്, രണ്ടാമത്തെ മാസാണ്, മൂന്നാമത്തത് ടൈമാണ്, നാലാമത്തെ ഇലക്ട്രിക് കറണ്ടാണ്, അഞ്ചാമത്തെ ടെമ്പറേച്ചറാണ്, ആറാമത്തെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ്, ഹാൻഡ് റൈറ്റിങ്ങിന് പറയുകയാണ്. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അല്പം മോശമാണ്. അതുപോലെ തന്നെ ഞാനിതിപ്പം ടാബും അതുപോലെ ടാബിൻ്റെ പെന്നും ഉപയോഗിച്ചാണ് എഴുതുന്നത്. അതുകൊണ്ട് വളരെ മോശമായിട്ടാണ് ഹാൻഡ് റൈറ്റിങ്. അടുത്തയാണ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഇത്രയും ഫണ്ടമെൻ്റൽ യൂണിറ്റ്സുകളാണ് ഉള്ളത്. ഈ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്ത മറ്റ് യൂണിറ്റുകളാണ്, അതായത് ഏരിയ എന്തുവാണ്? മീറ്റർ സ്ക്വയർ. ഈ ലെങ്തിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്ത യൂണിറ്റാണത്. അതുപോലെ തന്നെ ഒരുപാട് യൂണിറ്റ് ഉണ്ട്, ഡിറൈവ്ഡ് യൂണിറ്റ്സ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കാം. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിൻ്റെ 7 ക്വാണ്ടിറ്റികൾ, ഈ ക്വാണ്ടിറ്റികളുടെ SI യൂണിറ്റ് എന്താണെന്ന് നോക്കാം. SI യൂണിറ്റ്
ലെങ്തിൻ്റെ SI യൂണിറ്റ് മീറ്ററാണ്. അതുപോലെ മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാമാണ്. ടൈമിൻ്റെ സെക്കൻഡാണ്. കറണ്ടിൻ്റെ ആംപെയറാണ്. ടെമ്പറേച്ചറിൻ്റെ കെൽവിനാണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ മോളാണ്. അതുപോലെ ലൂമിനസ് ഇൻറ്റൻസിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൻഡിലയാണ്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ SI യൂണിറ്റിലുള്ള എല്ലാ യൂണിറ്റുകളും സ്മാൾ ലെറ്ററിലാണ് എഴുതുന്നത്. ഇത് സ്മാൾ ലെറ്റർ, കിലോഗ്രാം സ്മാൾ ലെറ്റർ, സെക്കൻഡ് സ്മാൾ ലെറ്റർ, മോൾ സ്മാൾ ലെറ്റർ, കാൻഡില സ്മാൾ ലെറ്റർ. എന്നാൽ ഈ ഇലക്ട്രിക് കറണ്ടിൻ്റെ ആംപെയറും ടെമ്പറേച്ചറിൻ്റെ കെൽവിനും ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതുന്നത്. കാരണം ഇത് രണ്ട് സയൻറ്റിസ്റ്റുകളുടെ പേരിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്ത യൂണിറ്റ്സാണ്, ആംപെയറും അതുപോലെ കെൽവിനും. അതുകൊണ്ട് ഇത് ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷിൻ്റെ സ്റ്റാൻഡേർഡ് നോക്കണ്ട. ഈ യൂണിറ്റ്സ് നമ്മൾ എഴുതും, മീറ്റർ എന്ന് എഴുതുമ്പോൾ എല്ലാം സ്മാൾ ലെറ്ററാണ്. അതുപോലെ കിലോഗ്രാം എന്ന് എഴുതുമ്പോഴും എല്ലാം സ്മാൾ ലെറ്ററിലാണ് എഴുതുന്നത്. നമ്മൾ ഈ യൂണിറ്റ് എഴുതുന്ന എല്ലാം സ്മാൾ ലെറ്ററിലായിരിക്കും. എന്നാൽ ആ യൂണിറ്റിൻ്റെ സിമ്പൽ എഴുതുമ്പോൾ ആംപെയറും കെൽവിനും ക്യാപിറ്റൽ ലെറ്ററിലും ബാക്കിയെല്ലാം സ്മാൾ ലെറ്ററിലും ആയിരിക്കും എഴുതുന്നത്. ഇനി SI യൂണിറ്റിൻ്റെ നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. SI യൂണിറ്റ് എന്ന് പറയുമ്പം അത് സ്റ്റാർട്ട് ചെയ്തത് 1971 മുതലാണ്. അത് സ്റ്റാൻഡേർഡ് ചെയ്തത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് യൂണിറ്റാണ്. അതായത് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഫ്രാൻസിൽ ഉപയോഗിക്കുന്ന, അപ്പോൾ ഞാൻ പറയുകയാണ് ഒരു മൈൽ നീളം, 1 മൈൽ ഡിസ്റ്റൻറ്റ്. പക്ഷേ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പം അവർ പറയും ഞങ്ങൾക്ക് മൈൽ എന്തോന്നറിയില്ല, ഞങ്ങൾക്ക് കിലോമീറ്റർ അറിയുള്ളൂ. 1 മൈൽ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിച്ച് കഴിഞ്ഞാൽ ഏകദേശം 1/2 കിലോമീറ്ററിൻ്റെ വ്യത്യാസം വരും അവിടെ. അപ്പോൾ അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഫിസിക്സിനകത്ത് സ്റ്റാൻഡർഡൈസ് ചെയ്തു എല്ലാവരും ഒരേ യൂണിറ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതാണ് SI യൂണിറ്റ്. ഇനി SI യൂണിറ്റിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. SI യൂണിറ്റിൻ്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് മുമ്പ് ഈ പറഞ്ഞ കണക്ക് 7+2 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. 7+2ൻ്റെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. രണ്ടാമത് പറയുന്ന ഇതൊരു മെട്രിക് സിസ്റ്റമാണ്. രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് SI യൂണിറ്റിൻ്റെ, ഇതൊരു മെട്രിക് സിസ്റ്റമാണ്. മെട്രിക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു 10, ഏത് യൂണിറ്റിനാണോ 10 മടങ്ങ് വെച്ച് നമുക്കതിൻ്റെ യൂണിറ്റിനെ ചേഞ്ച് ചെയ്യാൻ ഒക്കും. അതായത് 1000 ആയി കഴിയുമ്പോൾ 1 കിലോഗ്രാം എന്ന് ഈ ഗ്രാമിനെ 1000 ആയി കഴിയുമ്പോൾ 1 കിലോഗ്രാം എന്ന് പറയാൻ പറ്റും. അതുപോലെ സെൻറ്റിമീറ്റർ, ഡെസിമീറ്റർ, ഡെക്കാമീറ്റർ, അങ്ങനെ നമുക്ക് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിന് വേറൊരു ഫോമിലാക്കി മാറ്റാനൊക്കും. അതായത് ഇപ്പോൾ കിലോമീറ്റർ നമുക്കിപ്പം 1000 മീറ്ററിനെ നമുക്ക് 1000 എന്ന് എഴുതി കഴിഞ്ഞാൽ വലിയ സംഖ്യയായി പോകും. അപ്പോൾ അത് നമ്മൾ റെഡ്യൂസ് ചെയ്ത് എഴുതാൻ വേണ്ടി അതിനെ കിലോമീറ്റർ എന്നായി കഴിഞ്ഞാൽ എഴുതുന്നതിനും നമുക്ക് ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അത് ഈ 10 വെച്ച് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിനെ മെട്രിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ വേറൊരു പ്രോപ്പർട്ടിയാണ് ഈ സിസ്റ്റം റാഷണൽ സിസ്റ്റമാണ്. ഈ റാഷണൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് റാഷണൽ സിസ്റ്റം ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പം നമ്മുടെ എനർജിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കലോറിയുണ്ട്, ജൂളുണ്ട്, കിലോ വാട്ട് അവർ ഉണ്ട്. അപ്പം പല യൂണിറ്റ് ഉണ്ട്. ഈ പല യൂണിറ്റുകളിൽ നിന്ന് നമ്മളെന്താണ് എനർജിയുടെ യൂണിറ്റായിട്ട് ഉപയോഗിക്കുന്നത്? ജൂളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുപോലെ പല സിസ്റ്റം ഉള്ളതിനെ നമ്മൾ റാഷണലൈസ് ചെയ്ത് ഏതെങ്കിലും ഒരെണ്ണമായിട്ട് നമ്മൾ ഉപയോഗിച്ച് ഒരുപാട് കൺവീനിയൻസ് ആകാൻ പറ്റും ആ സിസ്റ്റം വെച്ച്. അതുപോലെ തന്നെ വേറൊരു പ്രോപ്പർട്ടിയാണ് കോഹറൻറ്റ് സിസ്റ്റം. ഈ സിസ്റ്റം SI സിസ്റ്റം എന്ന് പറഞ്ഞാൽ കോഹറൻറ്റ് സിസ്റ്റമാണ്. ഈ കോഹറൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡിറൈവ്ഡ് യൂണിറ്റ്സിനെ നമുക്ക് ഇപ്പോൾ ഏരിയയുടെ കാര്യം പറഞ്ഞ കണക്ക് ഈ സിസ്റ്റത്തിൽ നിന്ന് ഡിറൈവ് ചെയ്ത സിസ്റ്റത്തെ നമുക്ക് അതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്തോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തോ നമുക്ക് പുതിയൊരു യൂണിറ്റ് ഉണ്ടാക്കാതെ ഈ യൂണിറ്റിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും.
അതുകൊണ്ടാണ് ഇതിനെ കോഹറൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്കുള്ള എക്സസൈസാണ്. എന്താണ് എസ് ഐ യൂണിറ്റിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് +2ൻ്റെ ഫിസിക്സ് ബുക്ക് നോക്കി വായിച്ച് മനസ്സിലാക്കുക. അതിൽ പ്രധാനമായിട്ടും വായിച്ച് മനസ്സിലാക്കേണ്ടത് റാഷണൽ സിസ്റ്റവും കോഹറൻറ്റ് സിസ്റ്റവും അതിനകത്ത് ക്ലിയറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഐഡിയ എന്താണെന്നുള്ള കാര്യം ഞാനിപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ ചെയ്ത ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ മെഷർമെൻറ്റിൻ്റെ ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.